ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇത് ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കൂർഗ് പോയ വീഡിയോസ് 2 പാർട്ടായിട്ട് ഞാൻ ഇറക്കിയത് നിങ്ങളൊക്കെ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണിത്. കൂർഗിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ചിക്കമഗളൂരാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നമ്മൾ ഡ്രൈവ് പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ചിക്കമഗളൂർ എത്തുന്നതിന് മുമ്പ് പോകുന്ന വഴിക്ക് തന്നെ യഗച്ചി ഡാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കയറിയത്. അപ്പോൾ കുട്ടികൾക്ക് ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ നമ്മൾ കാണിക്കുമ്പോൾ അവർക്കും ഒരു പിന്നീട് ആണെങ്കിലും അവർക്ക് പഠിക്കുമ്പോഴത്തേക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ എന്നോർത്തു. അപ്പോൾ അത് കാരണം പിന്നെ അതൊക്കെ കൊണ്ട് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇവിടെ കയറുന്നതിന് നമുക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, തിരക്കോ ഇല്ല, ഒന്നുമില്ല. നമുക്ക് നേരെ കയറി കണ്ടിട്ട് പോരായിരുന്നു. അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ താമസ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് തിരിഞ്ഞ് കയറുമ്പോൾ കുറച്ച് ദൂരത്തേക്ക് റോഡ് മോശമായിരുന്നു. അത് ഇച്ചിരി ദൂരം മാത്രം. പിന്നെ നമ്മൾ താമസ സ്ഥലത്തേക്ക് കയറി ചെക്കിനൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറി ഫ്രഷ് ആയതിന് ശേഷം അന്ന് തന്നെ വൈകുന്നേരം ഗാന്ധി പാർക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വലിയ പാർക്കാണ്, ഒരുപാട് സ്ഥലമുണ്ട്. അന്ന് ഈവനിങ് ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ എത്തിയത് തന്നെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം കണ്ടതൊക്കെ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നടക്കാൻ കുറേ ഉണ്ട് ആ പാർക്കിൽ. പല സ്ഥലങ്ങളായിട്ടാണ്. കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, വലിയവർക്കുള്ള ജിമ്മ് സെറ്റപ്പ് ഉണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് ആ സെയിം പാർക്കിൽ തന്നെ. പിന്നെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിള്ളേർക്ക് ടോയ് ട്രെയിനിൽ കയറണമെന്നൊക്കെ പറഞ്ഞു. അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്നോർത്തു. സോ അങ്ങനെ ടോയ് ട്രെയിനിലും കയറി. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായി. അന്ന് ആ പാർക്കിൽ ഞങ്ങൾക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നേരം വൈകിയോണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു. നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ ലേക്ക് കാണാനാണ് ഇറങ്ങിയത്. ഇവിടെ നമുക്ക് ഒരു തിരക്കും ഇല്ല. നല്ല പീസ്ഫുള്ളായിട്ട് സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു, നല്ല സീനറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് എല്ലാം കണ്ട് ആസ്വദിച്ചു. ഒട്ടും തന്നെ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പോകുന്ന സ്ഥലമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിൽ കണ്ട ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതായിരുന്നു, തിരക്ക് നമുക്ക് കുറവായിരുന്നു. സാധാരണ നമ്മൾ വെക്കേഷനിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല തിരക്ക് പിടിച്ച സ്ഥലത്തായിരിക്കും പോകുന്നത്. കുട്ടികൾ ഓരോ സ്ഥലത്തേക്ക് ഓടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്ന കാരണം നമുക്ക് അത്ര ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കംപ്ലീറ്റായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ലേക്ക് കണ്ടതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്കാണ് പോകുന്നത്. മുളയനഗിരി പീക്ക് അവിടെ കാണാനാണ് പോകുന്നത്. സോ നമ്മളിവിടെ എത്തി. വണ്ടി നമുക്ക് ഇവിടം വരെ പോകത്തുള്ളൂ. അതിൻ്റെ ശേഷം നമുക്ക് ജീപ്പ് എടുക്കേണ്ടി വരും. ഒരു സൈഡ് 200 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പീക്കിൻ്റെ മുകളിലേക്ക് പോകുന്തോറും നമുക്ക് നമ്മുടെ വണ്ടി അലൗഡ് അല്ല, ഇവരുടെ ജീപ്പിലാണ് നമുക്ക് പോകേണ്ടത്. ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ജീപ്പ് നമ്മൾ ഇവിടം വരെ എത്തിക്കത്തുള്ളൂ. ഇവിടുന്ന് നമ്മൾ നടന്ന് വേണം മുകളിലേക്ക് കയറാനായിട്ട്.
ഇങ്ങനെ ഒരു വാക്ക് വേ അവരുണ്ടാക്കിയിട്ടുണ്ട് വളരെ ഉപകാരപ്പെട്ടു. നമുക്ക് അല്ലെങ്കിൽ കയറാനായിട്ട് കുറച്ച് പാടുപെട്ടേനെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷൂസൊക്കെ ഇട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്രിപ്പുള്ളത് പ്രത്യേകിച്ച്. അല്ലെങ്കിൽ നമുക്ക് നടന്ന് കയറാനൊക്കെ നല്ല ടഫാണ്. ഇത് ഒറ്റയടിക്ക് നമുക്ക് കയറി തീർക്കാൻ പറ്റത്തില്ല. കുറേ കയറി കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. തീരെ കുഞ്ഞു പിള്ളേരും കൊണ്ടാണ് പോകുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കണം. അങ്ങനെയുള്ളവർ, കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇവരെ പോലെ ഞാൻ ഫ്രീക്വൻ്റായിട്ട് അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞ് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. റിസ്കി ഏരിയ ആണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ വേണം കുട്ടികളെ കൊണ്ടുപോകാൻ. അതും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ അവരെ ശരിക്കും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം, അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ഇവരെയും കൊണ്ട് ഞാൻ പോയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എൻ്റെ കൊച്ച് ഒരു കല്ലും പെറുക്കിക്കൊണ്ടാണ് വന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ ഇനിയും പോകുന്ന സ്ഥലം ബാബ ബുധനഗിരി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പം അങ്ങോട്ടുള്ള വഴിയാണിത്. ഇവിടെ ചിക്കമംഗളൂർ നമുക്ക് കൂടുതലും കാണാനുള്ള ഇതുപോലെ സീനിക് ബ്യൂട്ടി കാണാനുള്ള സ്ഥലങ്ങളാണ് ഈ പീക്കും അങ്ങനെയൊക്കെ. പക്ഷേ കുറച്ച് റിസ്ക്കിയാണ്, നമ്മൾ സൂക്ഷിച്ച് പോകണം. വണ്ടിയാണെങ്കിലും സൂക്ഷിച്ചൊക്കെ വേണം ഓടിക്കാനായിട്ട്. സൈഡിൽ റെയിൽസും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ പോകുമ്പോൾ നല്ലൊരു ഫീലാണ്. കാരണം എപ്പോഴും നമ്മൾ പോവാത്ത സ്ഥലങ്ങളൊക്കെ പോലെ തോന്നിക്കും. നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കാണ് എല്ലാം കാണുമ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അവിടെ തന്നെ ഇതൊരു വ്യൂ പോയിൻ്റ്, മാനിക്കധാര വ്യൂ പോയിൻ്റ്. ഇവിടെ എത്തിയപ്പം എനിക്ക് കുറച്ച് വിഷമം തോന്നിയ ഒരു കാര്യമാണ്. 1 വീക്ക് ബാക്ക് ആ കല്ലിലിരുന്നാണ് ഒരു കുട്ടി താഴേക്ക് വീണ് മരിച്ചു എന്ന് ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിച്ചു. പിള്ളേരെ കൊണ്ട് ഞാൻ അധികം അവിടെ നിർത്തിയില്ല. ആ പ്ലേസൊക്കെ കണ്ടിട്ട് വേഗം പോകുന്നു. പിന്നെ ഇപ്പുറത്ത് മാറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് പ്ലെയിനായിട്ട് നിന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഞങ്ങൾ കണ്ട് ആസ്വദിച്ചു. തിരിച്ച് വീണ്ടും ഗാന്ധി പാർക്കിൽ തന്നെ പോയി. നമുക്ക് സമയമുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധി പാർക്കിൽ തലേദിവസം കാണാൻ പറ്റാത്ത സ്ഥലമൊക്കെ പിന്നെ കവർ ചെയ്തു. അങ്ങനെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ ചിക്കമംഗളൂർ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 1 ഡേ കൊണ്ട് അവിടുത്തെ എല്ലാ പ്ലേസസും കവർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.